അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് പിൽസ കുക്കിംഗ് റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം നമുക്ക് പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 തരത്തിലുള്ള വിഭവം ഉണ്ടാക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഴം മുഴുവൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് ഈ പഴം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് സമയം നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി കൊടുത്തിട്ട് ഈ പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ വറുത്തെടുക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് പഞ്ചസാര നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് സമയം വെച്ച് കൊടുത്തതിനാൽ ബൗണ്ടി പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തേങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴം ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് മാഷായി കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗീ എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചൂടുള്ള പഴത്തിലേക്ക് ഗീ ഇട്ടപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു കപ്പിൽ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാം അത്രയും ഉണ്ടാവും. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തി മാവ് പോലെ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ബോളാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചപ്പാത്തി പലകയിൽ ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് കുറച്ച് വിഷമമാണ് കേട്ടോ. പഴയത് കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇത് ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി പോലെ പരമാവധി ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിന് ചുറ്റും ഞാൻ ഒരു കത്തി വെച്ചിട്ട് വരഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഡോം കൂടി നമുക്ക് ഇതുപോലെ പിന്നീട് ചെയ്തെടുക്കാം. ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങാ ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് മടക്കിയിട്ട് അടപോലെ നമുക്ക് ആക്കിയെടുക്കാം. സൈഡ് ഭാഗം വരുന്നിടത്തൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അഥവാ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇളക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒട്ടിപ്പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ സൈഡിലൊക്കെ അതൊരു ബോർഡർ പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാനിപ്പോൾ ഇതുപോലെ അടൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് കൂടുതൽ ഡ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കോരിയെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തപ്പോൾ എൻ്റെതൊന്ന് കുറച്ചൊന്ന് ബ്രൗൺ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആവണം നിർബന്ധമില്ല. ഇതിലും വേഗത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കാണുന്നത് പോലെ ഒന്നല്ല കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മറ്റൊരു സ്നാക്കും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഡോ ഞാൻ എടുത്തിട്ട് 2 ചപ്പിലായിട്ട് ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെച്ച പോലത്തെ തേങ്ങാ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം പരത്തി വെച്ചതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് അടച്ചമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കല്ലെങ്കിൽ 30 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം പഴം വെന്തതായത് കാരണം നമുക്കിത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെന്തിട്ടാണല്ലോ ഓൾറെഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ പലഹാരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഫില്ലിങ് പഞ്ചസാരൻ്റെ ഫില്ലിങ് അല്ല ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെല്ലത്തിൻ്റെ ഫില്ലിങ് ആക്കിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അന്നേരം കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. പഴം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.